ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ സാലറി നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സാലറി നെഗോസിയേഷനെ പറ്റിയിട്ട് നമ്മൾ അധികം അങ്ങോട്ട് പോവില്ല. പക്ഷേ എന്താണ് സാലറി നെഗോസിയേഷൻ, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാലറി നെഗോഷിയേഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എത്ര കാലം കൂടുമ്പോൾ സ്വിച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഒരു മേജർ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവരും ചോദിക്കും, സ്വിച്ച് ചെയ്യുന്ന കാര്യമോ? സാധാരണ എല്ലാവരും ജോലി കിട്ടുന്ന കാര്യമാണല്ലോ പറയുന്നത്, ഇവിടെ എന്താ ഒരാൾ ജോബ് സ്വിച്ച് ചെയ്യുന്ന കാര്യം പറയുന്നത്? കാരണം ഇത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കും, എത്ര നാളാണ് ഞാനൊരു കമ്പനിയിൽ സ്റ്റേ ചെയ്യേണ്ടത്, എത്ര നാൾ കഴിയുമ്പോൾ എനിക്ക് ജോബ് ചേഞ്ച് ചെയ്യാം, ഇപ്പം ഒരു വർഷം കൂടെ നിന്നിട്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അതോ 2 വർഷം നിൽക്കണം, അതോ ഞാൻ ഈ 5-6 വർഷം ഒരു കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താലേ എനിക്ക് നല്ലൊരു കരിയർ കിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുപാട് ടൈം എടുത്തെന്ന് വരും. പക്ഷേ കുറച്ച് മേജർ കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഈ ജോലി എവിടെ കിട്ടുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരിടത്ത് ജോലിക്ക് കയറുന്നു. ഓക്കെ, നമ്മൾ ഒരിടത്ത് ജോലിക്ക് കയറുന്നു, നമ്മളവിടെ ആ ജോലിയിൽ നിൽക്കുന്നു. ഈ നിൽക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ കുറച്ചും കൂടെ ഒരു ഹെൽത്തി പീരീഡായിട്ട് കാണുന്നത് ഒരു 2 ഇയേഴ്സൊക്കെയാണ്. ഇപ്പോൾ ഒരു 2 ഇയേഴ്സൊക്കെ ഒരു കമ്പനിയിൽ നിന്നിട്ട് പിന്നെ സ്വിച്ച് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. 2 ഇയേഴ്സിന് മേലെ നിൽക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ 5-6 വർഷം എനിക്കറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ 25-26 വർഷമായിട്ട് ഒരു കമ്പനിയിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. യുനോ അവരോട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു നോർമൽ പീരീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 2 to 3 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്, അതിന് മുകളിലോട്ടൊക്കെ ഒരു കമ്പനിയിലേക്ക് നിൽക്കുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മൾ ഇന്നത്തെ കാലത്ത് കൺസിഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, നമ്മളവിടെ സാലറി ഡ്രോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ആനുവൽ അപ്രൈസൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ ആനുവൽ അപ്രൈസൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഒരു എമൗണ്ട് എന്താണെന്നുള്ളത്. ഈ ആനുവൽ അപ്രൈസൽ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളൊരു കമ്പനിയിൽ നിൽക്കുന്നതിൻ്റെ. അപ്പോൾ എല്ലാവരും പറയും, ഇത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ല. അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ എങ്ങനെ ആനുവൽ അപ്രൈസൽ എത്ര കിട്ടിയാൽ നമുക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാം, എത്ര കിട്ടിയാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, എത്ര കിട്ടിയാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർ ആനുവലി അപ്രൈസ് ചെയ്യുന്നത് ലെറ്റ്സ് ഒരു 3%, 4% ഒക്കെ ആണെങ്കിൽ എൻ്റെ അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ഒരുപാട് വർഷം അങ്ങനെ സർവൈവ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എത്ര വർഷം നിൽക്കണം എന്നുള്ളതിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പം ഈ 4% എന്നൊക്കെ പറയുമ്പോൾ ഇല്ലേ, അത് ഭയങ്കര ലോയാണ്. അതിൻ്റെ അകത്തുള്ളൊരു സയൻറ്റിഫിക് കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ ഇൻഫ്ലേഷൻ പീരീഡ്, ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 3.8 ഒക്കെ വരും. 3.8%, 3.7 സംതിങ് ഒക്കെ. അപ്പോൾ 3.8 അപ്രോക്സിമേറ്റ് നമുക്ക് എടുക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3.8 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.8% എങ്കിലും നമ്മുടെ സാലറീസിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടായേ പറ്റൂ. കാരണം നമുക്ക് ഇൻഫ്ലേഷൻ കീപ്പപ്പ് ചെയ്യാൻ പറ്റണ്ടേ. ഓരോ വർഷത്തുള്ള ഇൻഫ്ലേഷൻ ഈ 3.8ഉം 4ഉം ഒക്കെ വെച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അപ്രൈസൽ അവിടെ 2-3% നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻഫ്ലേഷൻ ഇവിടെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുക. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ലൈഫ് സ്റ്റൈൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എനിക്കൊരു 25,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ബൈക്കിൽ പോകാനായിട്ടൊക്കെ ഹാപ്പിയാണ്. നമുക്കൊരു ലൈഫ് അപ്ഗ്രേഡ് വേണം അല്ലേ. നമ്മൾ ഈ എത്ര കാലമൊന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പണിയെടുത്ത് നടക്കുന്നത്. അപ്പം നമുക്കൊരു അപ്ഗ്രേഡ് വേണം, നമ്മുടെ ലൈഫിൽ ഒരു അപ്ഗ്രേഡ് വേണം. അപ്പോൾ ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ ഉണ്ടാകും. ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ ഇന്ന് ബൈക്കിൽ പോകുന്ന ആൾ ഞാൻ നാളെ കാറിൽ പോകണം. ഒരു PGയിൽ നിന്ന് ഞാൻ നാളെ ഒരു റെൻറ്റഡ് ഹൗസിലേക്ക് മാറാൻ പറ്റണം. ഒരു റെൻറ്റഡ് ഹൗസിൽ നിന്ന് ഞാൻ എനിക്ക് നാളെ ഒരു വീട് വെക്കാൻ പറ്റണം. സിംഗിളായിട്ട് നിന്ന് ഞാൻ എനിക്ക് നാളെ കല്യാണം കഴിക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ. ഈ റിക്വയർമെൻറ്റ്സ് കൂടും തോറും നമ്മുടെ നമ്മുടെ എക്സ്പെൻസസ് കൂടും, എക്സ്പെൻഡിച്ചേഴ്സ് കൂടും. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുന്ന സമയത്ത് നമുക്ക് അതും ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എക്സ്പെൻഡിച്ചേഴ്സ് എത്ര വരെ കൂടാം? ഓൺ ആൻ ആവറേജ് ഒരു 6% ഒക്കെ എക്സ്പെൻഡിച്ചേഴ്സ് ഗ്രോ ചെയ്യാൻ സാധ്യതകളുണ്ട് അല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ലോണൊക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു 6% എങ്കിലും നമ്മൾ എല്ലാ വർഷവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനൊന്ന് നോക്കിയേ, 25,000 രൂപ ശമ്പളം,
നിങ്ങൾക്കൊരു 5% ഹൈക്ക് കിട്ടി. 5% ഹൈക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 1300 രൂപയൊക്കെ അടുപ്പിച്ച് വരുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ 1300 രൂപയൊക്കെ കൂടുതൽ കിട്ടി. ആ 1300 എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഫ്ലേഷൻ മാത്രമേ ആവുന്നുള്ളൂ. ഇൻഫ്ലേഷൻ റേറ്റ് ക്യാരി ചെയ്യാനുള്ളത് മാത്രമേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പം അതെവിടെ കിട്ടും? അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വേറെ ലോൺ എടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് എക്സ്പെൻസസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഈ എക്സ്പെൻസസ് എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡും ലോൺസും പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അകത്ത് ഒരു ഓർഗനൈസേഷൻ വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ശമ്പളം കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 10% കൂടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ്റെ ഒരു 3.8 കൂട്ടി അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് 4 ആക്കാം. പിന്നെ നമ്മുടെ ഒരു ഗ്രോത്ത് അല്ലേ, ലൈഫ് സ്റ്റൈൽ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6% അതിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നൊരു വ്യത്യാസം എന്താ കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 10% നമുക്ക് ഒരു വർഷം ഒരു അപ്രൈസൽ വരണം. 25,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഇത് 10% എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 2,500 രൂപയെങ്കിലും പ്രതിമാസം കൂടണം അല്ലേ. അപ്പോൾ ഈ 2,500 രൂപ പ്രതിമാസം കൂടുമ്പോഴത്തേക്ക് അയാളുടെ ശമ്പളം എന്ന് പറയുന്നത് 27,500 മാറും. അറ്റ്ലീസ്റ്റ് ഒരു എക്സ്ട്രാ EMI എങ്കിലും അടയ്ക്കാനുള്ള കാശാവും. റൈറ്റ്, വലിയ EMI എന്നല്ല ഞാൻ പറയുന്നത് വളരെ ബേസ് ലെവലാട്ടോ, ഏറ്റവും മിനിമലായിട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു 2,700 രൂപ അല്ലെങ്കിൽ 2,500 രൂപയൊക്കെ ഗ്രോത്ത് കിട്ടിയാൽ നമ്മുടെ ശമ്പളം അതിൽ നിന്ന് 25 കിട്ടിയ ഒരാൾക്ക് മാറി 27,500 മാറി, അല്ലെങ്കിൽ 28 മാറും. അപ്പോൾ 28 മാറുമ്പം അങ്ങനെ നമുക്ക് എക്സ്പെൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രേ കൂടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്തോരം കുറച്ചാണ് നിങ്ങൾ നിങ്ങളുടെ റെമ്യൂണറേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പനി നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഞങ്ങൾക്കൊരു 4% ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എസ്കേപ്പ്, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോളുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും മാറണോ? വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഒരു 2 വർഷമെങ്കിലും ഒരു കമ്പനിയിൽ നിൽക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും നിൽക്കണം കേട്ടോ. ആ 2 വർഷമെങ്കിലും നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ 2 വർഷം നിൽക്കുക, എന്നിട്ട് സ്വിച്ച് ചെയ്യുക. ഇനി ഈ കമ്പനി നിങ്ങൾക്ക് ആനുവലി ഒരു 15-18% വരെയൊക്കെ നിങ്ങൾക്ക് ആനുവലി നിങ്ങളുടെ അപ്രൈസൽ തരുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ അവിടെ നിന്നോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ഇനി ഒരു 18% തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 10 മേലെ ഒരു 10-20 ഇടയ്ക്കൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങളൊരു 3.5 വർഷത്തിന് മേലെ ആ കമ്പനി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ 5 വർഷം തികയ്ക്കണം. അതിൻ്റെ കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാവേ. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം 4.5 വർഷത്തിന് മേലെ ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ കമ്പനി അയാൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അതിന് കമ്പനിക്ക് കുറച്ച് കംപ്ലയൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ കമ്പനി ഗ്രാറ്റുവിറ്റി കവറേജിൽ വരുന്ന കമ്പനി ആണെങ്കിലുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ കമ്പനി ഗ്രാറ്റുവിറ്റി പേ എന്ന് വെച്ചാൽ 4.5 വർഷത്തിന് മേലെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ പ്ലസ് DA, നിങ്ങൾ എത്ര വർഷം നിന്നു എന്നൊക്കെ വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു ടെക്നിക്കൽ കാൽക്കുലേഷനാണ്. HR അടുത്ത് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞു തരും എന്താണ് കാൽക്കുലേഷൻ എന്നുള്ളത്. അപ്പോൾ അത്ര ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുക, മനസ്സിലായോ? നിങ്ങൾ അത്രയും വർഷം നിന്നതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള മട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത്ര വർഷത്തെ, ഫോർ എക്സാമ്പിൾ 4.5 ഇയേഴ്സ് നിങ്ങൾ നിന്നു, അതിൻ്റെ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ പകുതിയാണ് കിട്ടുന്നതെന്ന് തന്നെ വിചാരിച്ചോ. പകുതി കിട്ടുമ്പോൾ തന്നെ ഇറ്റ് ബിക്കംസ് എ ഗുഡ് എമൗണ്ട്. പോട്ടെ, പകുതി വേണ്ട, നിങ്ങളൊരു 1/4 ഭാഗം കിട്ടുമെന്ന് വിചാരിച്ചു, സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട് അല്ലേ. നമുക്ക് നല്ലൊരു ബൾക്ക് ഒരു എമൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ 5 വർഷം തികയ്ക്കണം. ഓക്കെ, 3.5 വർഷത്തിന് മേലെ നിങ്ങളൊരു കമ്പനിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ 5 വർഷം സ്പെൻഡ് ചെയ്യുക. 5 വർഷം നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, നിങ്ങൾ 10 വർഷം നിന്നാലും 15 വർഷം നിന്നാലും പിന്നെ ഈ ഗ്രാറ്റുവിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാവും, ശരി തന്നെയാണ്. പക്ഷേ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടുന്നതിനെക്കാട്ടിയും ഒരു 10 അല്ലെങ്കിൽ 20 ടൈംസ് നിങ്ങൾ നിങ്ങളുടെ ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള രണ്ടാമത്തെ ഗുണം, ഒന്ന് ഞാൻ പറഞ്ഞു മോണിറ്റൈസേഷനാണ്. രണ്ടാമത്തെ ഗുണം അപ്ഗ്രേഡിങ് ആണ്. ഓക്കെ, സ്കിൽ അപ്ഗ്രേഡുകളാണ്. ഇപ്പം നിങ്ങളിപ്പോൾ എൻ്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുക, നിങ്ങൾ എൻ്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ HR ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, റിക്രൂട്ട്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ചിലപ്പോൾ Excel വെച്ചിട്ട് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഈ Excel വെച്ചിട്ട് മാത്രം വർക്ക് ചെയ്താൽ പോരെ, നിങ്ങൾ ചിലപ്പോൾ നാളെ
ഈ പവർ ബി ഐയും അല്ലെങ്കിൽ ടാബ്ലോയും അതേപോലെ ഇഷ്ടംപോലെ AI വിർച്വലൈസേഷൻ ടൂൾസും ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ സെക്കൻഡിനും ഓരോന്ന് ഇറങ്ങുന്നുണ്ട് അല്ലേ. അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ടെക്നോളജി പേസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എക്സൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് വളരെ ഡാമേജിങ് ആണ് നമ്മുടെ സ്കിൽ സെറ്റിന്. അപ്പം നമ്മളാലോചിക്കും എന്തോ ഇത് ഇവിടെ ആകുമ്പോൾ സുഖമാണ്, എക്സൽ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ഞാനതാകുമ്പോൾ കൂടുതൽ പഠിക്കണ്ടല്ലോ, മറ്റേ ഞാൻ പഠിക്കാൻ നിൽക്കണം, അത് അപ്ലൈ ചെയ്യാൻ നിൽക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളൊക്കെ പുറത്തേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ കൂടുതൽ സ്കിൽ സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേയ്മെൻറ്റ് കൂടുതൽ കിട്ടും. ഇപ്പം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടില്ലേ 130% ഹൈക്ക് കിട്ടി, അല്ലെങ്കിൽ 200% ഹൈക്ക് കിട്ടി. ഇതൊന്നും ഒരു കള്ളത്തരോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസോ ഒന്നുമല്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആക്ച്വലി. അത്രയും സ്കിൽസ് പഠിക്കാൻ പറ്റുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് കിട്ടും. ഇനിയിപ്പോൾ ഈവൻ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. പഠിക്കാത്തവരെ ജോലി റീപ്ലേസ്ഡ് ആവുകയും ചെയ്യും, അതും സത്യമാണ്. ഓക്കെ, ആരുടെയും ജോലി എടുത്ത് മാറ്റുന്നതല്ല ഞാൻ പറയുന്നത്. പഠിക്കുമ്പോൾ ആ പഠിച്ചവരുടെ ജോലി സാധ്യത ഭയങ്കരമായിട്ട് കൂടും. നിങ്ങളവിടെ മച്ച് ബെറ്റർ പെയ്ഡ് ആവും. അപ്പം നെക്സ്റ്റ് നിങ്ങൾ സ്കിൽ അപ്ഗ്രേഡ്. ഒരു കമ്പനിയിൽ നിന്ന് ആ സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കമ്പനിക്ക് അപ്ഗ്രേഡ് ചെയ്യുക. എഗെയിൻ ഞാൻ പറയുന്ന ഒരു സേഫ് സ്പേസ്, ഒരു 2 to 3 ഇയേഴ്സ് സേഫ് സ്പേസ് ഇട്ടിട്ട് വേണം നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ. അല്ലാണ്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യരുത്. ഓറൽസ് നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുക, ഇമീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാണ്ട്. അപ്പം ഇങ്ങനത്തെ മെക്കാനിസംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് കൾച്ചർ. അപ്പം നമ്മൾ ഒന്നാമത്തെ പറഞ്ഞു മോണിറ്റൈസേഷൻ, രണ്ടാമത്തെ പറഞ്ഞു സ്കിൽ, മൂന്നാമത്തെ കൾച്ചർ. കമ്പനിയിലെ കൾച്ചർ ഇപ്പോൾ ചിലർ ടോക്സിക് ആണെന്നൊക്കെ പറയും. ആ കാര്യത്തിൽ ജെൻസീസ് വളരെ ദേ ആർ വെരി ഗുഡ്. അവരെ എടുത്തു പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ദേ ആർ വെരി വോക്കൽ. ഇപ്പം മില്ലേനിയൽസും ബേബി ബൂമേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് അവർ വളരെ വോക്കലാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ വളരെ ലൗഡായിട്ട് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. നമുക്ക് കൾച്ചറലി നമുക്ക് ഒരുപാട് നല്ലതായിരിക്കണം. ഇപ്പം ഞാൻ പേരെടുത്ത് ഓരോ ബ്രാൻഡിനെയും ഞാൻ അങ്ങനെ എന്താ പറയുക കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നില്ല. സ്റ്റിൽ വളരെ വലിയൊരു എടെക് കമ്പനിയിൽ ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ സെയിൽസ് ടാർഗറ്റ് പിടിക്കാത്തതിന് എംപ്ലോയീസിനെയൊക്കെ വിളിച്ചിട്ട് നല്ല ചീത്ത പറയുക, നല്ല തെറി പറയുക, അവരെ പ്രഷർ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഇതുപോലെ മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസിൽ കേട്ടോ, BFSI സെഗ്മെന്റിൽ വരുന്ന ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസിൽ ഈ പരിപാടിയുണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന് ചുമ്മാ തലങ്ങും വിലങ്ങും ആൾക്കാരെ ചീത്ത വിളിക്കുക. അപ്പോൾ വിചാരിക്കും സെയിൽസുകാർക്ക് മാത്രമാണ്. അല്ല, റിക്രൂട്ട്മെന്റിലും ഉണ്ട്, ബാങ്കിങ്ങിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. നമ്പേഴ്സ് മീറ്റ് ചെയ്യാതെ വരുമ്പം അങ്ങനെ വർക്ക് ചെയ്യേണ്ട ഒരു ബാധ്യതയും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. യു നീഡ് ടു വർക്ക്. എല്ലാവരും വർക്ക് ചെയ്യണമെന്നല്ല, പക്ഷേ ബി റെസ്പെക്ട്ഫുൾ അല്ലേ. നിങ്ങളോട് ഒരാൾ ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടം. സോ മേക്ക് ഷുവർ ദാറ്റ് കൾച്ചർ ഈസ് ഗുഡ്. നമ്മുടെ ഓർഗനൈസേഷനിലെ കൾച്ചർ, അവർ നിങ്ങൾക്കൊരു ലേണിംഗ് മെക്കാനിസം ഉണ്ടാക്കി തരുന്നുണ്ടോ, ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി തരുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഈ പറയുന്ന കൾച്ചറും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം സ്വിച്ച് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ ജോബ് സ്വിച്ച് ഈ പറയുന്ന 3 കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ ജോബ് സ്വിച്ച് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആണ് മോണിറ്റൈസേഷൻ, മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, കൾച്ചറൽ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് സ്കില്ലിംഗ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി ജോബ് സ്വിച്ച് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതും കൂടെ പരിഗണിച്ചിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവും. ഇനി അഥവാ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഒക്കെ കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആയെന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ HR ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഇത് വർക്കൗട്ട് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.